പ്രൈസ് ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ ഇയ്യോബ് തനിക്കു തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാം വംശത്തിൽ ബൂസ്യനായ ബറഖേലിൻ്റെ മകൻ എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തേക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിൻ്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായ്ക കൊണ്ട് അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവർ തന്നേക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലീഹു ഇയ്യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ 3 പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്നു കണ്ടിട്ട് എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ബൂസ്യനായ ബറഖേലിൻ്റെ മകൻ എലീഹു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ വാക്കു കേട്ടുകൊള്ളുവിൻ, ഞാനും എൻ്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞു കണ്ടെത്തുമോ എന്നു നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. ഇയ്യോബിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്കുത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല. ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു, മനുഷ്യനല്ല ദൈവമത്രേ അവനെ ജയിക്കും എന്നു നിങ്ങൾ പറയരുത്. എൻ്റെ നേരെയല്ലല്ലോ അവൻ തൻ്റെ മൊഴികളെ പ്രയോഗിച്ചത്. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല. അവർ പരിഭ്രമിച്ചിരിക്കുന്നു, ഉത്തരം പറയുന്നില്ല. അവർക്ക് വാക്കു മുട്ടിപ്പോയി. അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കായ്കയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എൻ്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞ് പോലെ ഇരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എൻ്റെ വിമ്മിട്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. എൻ്റെ അധരം തുറന്ന് ഉത്തരം പറയും. ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എൻ്റെ സ്രഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.